ബംഗളൂരു ROC റിപ്പോർട്ടിൽ ന്യായീകരണവുമായി മന്ത്രി പി രാജീവ്. KSIDCയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സർക്കാർ ഇടപെടാറില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ KSIDCയെ ബന്ധപ്പെടുത്തുന്നത് തെറ്റാണെന്നും മന്ത്രിയുടെ ന്യായീകരണം. ചോദിച്ച കാര്യങ്ങൾക്ക് ആ സമയത്ത് തന്നെ KSIDCക്ക് മറുപടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ടിൻഡുദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളായി. ടിൻഡു, ഇന്നലെ CPM നേതാവ് AK ബാലൻ്റെ ഒരു മറുപടി, ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. ഈ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുവാൻ നടപടിയെടുക്കാൻ ROCക്ക് അധികാരമില്ല എന്നുള്ള കാര്യം. ഇന്നിപ്പോൾ ഈ ROC റിപ്പോർട്ടിൽ ന്യായീകരണവുമായി മന്ത്രിയും എത്തിയിരിക്കുന്നു, മന്ത്രി പി രാജീവും എത്തിയിരിക്കുന്നു. എന്തായാലും തെറ്റ് ചെയ്തവർ ഇങ്ങനെ ന്യായീകരിക്കുക തന്നെ ചെയ്യും. അത് ദിവസം ചെല്ലുന്തോറും അത് കൂടുകയാണ് ഈ ന്യായീകരണം. തീർച്ചയായും ഇതിനെ സൂചിപ്പിച്ചതുപോലെ ഈ എക്സാലോജിക്കും അതുപോലെ CMRL-ഉം KSCC തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയുള്ള ROCയുടെ റിപ്പോർട്ടുകളെല്ലാം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ട് എന്നൊരു ആരോപണവും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന തരത്തിലുള്ള ന്യായീകരണപരമായിട്ടുള്ളൊരു മറുപടിയാണ് വ്യവസായ മന്ത്രി പി രാജീവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. KSIDCക്ക് 75 കമ്പനികളിൽ ഓഹരിയുണ്ട്. അതിലൊരു കമ്പനി മാത്രമാണ് CMRL. സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് KSCC ഇത്തരത്തിലൊരു നിക്ഷേപങ്ങൾ നടത്തുക. ഈ KSCCയുടെ ദൈനംദിന പ്രവർത്തനം, KSCCയുടെ കരാറുമായി സംബന്ധിക്കുന്ന ദൈനംദിന കാര്യങ്ങളിലൊന്നും സർക്കാർ ഇടപെടാറില്ല. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന കരാർ ഒപ്പിട്ടത് 1991, 95 കാലങ്ങളിലാണെന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നൽകിയ മൊഴിയിൽ 99-ലാണ് കരാർ ഒപ്പിട്ടതെന്നും പറയുന്നു. അപ്പോൾ ഈ മൊഴികളിൽ, അതായത് വീണ വിജയൻ പറഞ്ഞ മൊഴിയും മന്ത്രിയുടെ പ്രതികരണവും തമ്മിൽ ഇപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. അതോടൊപ്പം തന്നെ ROCയിലെ മുഖ്യമന്ത്രിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ടും ന്യായീകരണപരമായിട്ടുള്ള മറുപടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും എന്ത് നടന്നാലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. ഇത് സ്ഥിരമായ കാര്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണങ്ങളും മറ്റു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേരത്തെ വിരൽ ചൂണ്ടുന്നതും ഇത്തരത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നതും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് വ്യവസായ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതായി റിപ്പോർട്ട് പറയുന്നു. ഇന്നലെ നമ്മൾ തന്നെ റിപ്പോർട്ട് കൊടുത്തതാണ്. KSD ഓഹരിമാള കമ്പനി എക്സ്മായ്ക്ക് നടത്തിയ കരാറിൽ ഇത് മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും എന്തിനാണ് ഇങ്ങനെ ന്യായീകരണം നടത്തുന്നത് മന്ത്രി? തീർച്ചയായും രജനി പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടുകൾ അതായത് വ്യക്തമായ രീതിയിൽ 1-2 പേജുകൾ തന്നെ മുഖ്യമന്ത്രിയുടെ പേര് വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഈ തെളിവുകൾ മുന്നിൽ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയെയും മകളെയും അതുപോലെ തന്നെ എക്സാലോജിക് എന്ന കമ്പനിയെയും ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് മന്ത്രി തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഈ സത്യവാങ്മൂലം അതുപോലെ മൊഴി നൽകിയ വിഷയങ്ങളിലൊന്നും വ്യവസായ മന്ത്രി പി രാജീവ് പ്രതികരിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ പ്രേരിതമായിട്ടും വ്യാജമാണെന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ KSCCയുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സർക്കാരാണെന്നും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ടുവന്ന് അടയ്ക്കുന്നത് ഇതേ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടും പക്ഷേ മന്ത്രി അത് അംഗീകരിക്കുന്ന ഒരു നിലയിലായിട്ടില്ല. മന്ത്രി അല്ലെങ്കിൽ അതിനെ വ്യാജമാണെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആയാലും വരും മണിക്കൂറുകൾ ഇതുമായി സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ROCയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു മൗനം തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. രജനി, ശരി. എന്തായാലും ബംഗളൂരു ROC റിപ്പോർട്ടിൽ ന്യായീകരണം നിരത്തിയിരിക്കുക തന്നെയാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് ചെയ്തിരിക്കുന്നതും. സർക്കാർ ഈ KSCയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇടപെടാറില്ല എന്നും പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ KSDയെ ബന്ധപ്പെടുത്തുന്നത് തെറ്റാണെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. ഒപ്പം ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ ആ സമയത്ത് KSIDCക്ക് മറുപടി നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ അടക്കം ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണിപ്പോൾ മന്ത്രി പി രാജീവ് എടുത്തിരിക്കുന്നത്. ഇന്നലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ ഈ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്ത് വരില്ലായിരുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ തന്നെ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം.